സേതുമാധവൻ, ഇപ്പോൾ ഞാനൊരു സംശയമായി തന്നെ ചോദിക്കുകയാണ്. ഈ കീമിനെ വെച്ച് പറയുമ്പോൾ അതിനോടൊപ്പം തന്നെ ചൂണ്ടിക്കാണിക്കേണ്ടത് 100-ൽ 100 മാർക്ക് വാങ്ങുന്ന കുട്ടികൾ ഇന്ന് ധാരാളമുണ്ട്. നമുക്കറിയാവുന്നതാണ് 100% മാർക്ക് വാങ്ങി വിജയിക്കുന്ന കുട്ടികൾ, ഫുൾ A+ വാങ്ങുന്ന കുട്ടികൾ. ഈ ഗ്രേഡിംഗ് രീതിയെ തന്നെ വിമർശിച്ചുകൊണ്ട് നിരവധി ആളുകൾ ഇതിനു മുൻപും രംഗത്ത് വന്നിട്ടുണ്ട്. ഞാൻ ചെറിയൊരു ഉദാഹരണമായി തന്നെ പറയുകയാണ്. ഇപ്പോൾ കേരളത്തിൽ പഠിക്കുന്ന ഒരു കുട്ടി ഡൽഹി സർവകലാശാലയിൽ പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ കേരളത്തിൽ 1200-ൽ 1200 മാർക്ക് വാങ്ങിയ കുട്ടിയാണെന്നുണ്ടെങ്കിൽ പോലും അവർ മാറ്റി നിർത്തുന്ന ഒരു പ്രവണത ഈ അടുത്തായി തന്നെ കാണുന്നുണ്ട്. ഒന്നുകിൽ എൻട്രൻസ് രീതിയിലൂടെ കടന്നു വരുന്ന കുട്ടിയായിരിക്കുക, അതല്ല എങ്കിൽ ഇതിനൊരു ഇക്വലൻസ് വരുത്താനായി അവർ ഏറെ ബുദ്ധിമുട്ടുന്നുണ്ട്. സാധാരണഗതിയിൽ CBSEയിലും മറ്റ് ICSEയിലും മറ്റ് സംസ്ഥാനങ്ങളിലെ സിലബസുകളിലും ഒക്കെ തന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരിക്കലും 100-ൽ 100 വാങ്ങാനായി സാധിക്കുന്നില്ല. ശരിക്കും ഇത് കുട്ടികളോട് തന്നെ ചെയ്യുന്ന ഒരു ചതിയല്ലേ? 100-ൽ 100 മാർക്ക് വാങ്ങുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിൽ മാത്രമാണോ മിടുക്കരായ കുട്ടികളുള്ളത്? മറ്റ് സംസ്ഥാനങ്ങളിൽ പഠിക്കുന്നവരോ? ഇതിന് നമ്മൾ അല്പം ചരിത്രം പരിശോധിക്കണം. അതായത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലും ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലൊക്കെ പല ബാച്ചിലും ഒരു 50% 60% മലയാളി കുട്ടികൾ മാത്രം ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ കേന്ദ്ര സർവകലാശാലകളിലേക്കുള്ള കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് വന്നപ്പോൾ അതിൽ വലിയൊരു മാറ്റം വന്നു. അപ്പോൾ നമ്മൾ പഠിച്ചിറങ്ങുമ്പോൾ നമുക്ക് ലഭിച്ച ഗ്രേഡ് മാത്രമല്ല, ഈ പ്രവേശന പരീക്ഷ റാങ്കിനും അല്പം പ്രസക്തി ഉണ്ട്. എഞ്ചിനീയറിംഗിന്റെ കാര്യം പരിശോധിച്ചു കഴിഞ്ഞാല് കേരളത്തിൽ അല്ലെങ്കിൽ രാജ്യത്ത് എഞ്ചിനീയറിംഗിന് ഒരു അഭിരുചി ടെസ്റ്റ് ഇല്ലാതെയാണ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളെ എടുക്കുന്നത്. മാത്രമല്ല, എഞ്ചിനീയറിംഗ് കോളേജുകളിലെ വിദ്യാർത്ഥികളുടെ വിജയ ശതമാനം നോക്കിയാൽ അത് മനസ്സിലാവും. കോഴ്സ് പാതി വഴിയിൽ ഉപേക്ഷിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. ഏറ്റവും അടുത്തുള്ള ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഒരു ബിരുദ കോഴ്സിന് പ്രവേശനം ലഭിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് പലപ്പോഴും പല എഞ്ചിനീയറിംഗ് കോളേജുകളിലും BTechന് പ്രവേശനം ലഭിക്കാൻ. ഈ ഒരു അർത്ഥത്തിൽ നേരത്തെ ജോർജ് സാറും പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ക്വാളിറ്റി ഓഫ് ദ പ്രോഗ്രാം. ഗുണനിലവാരം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള, മികച്ച അഭിരുചി ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള പ്രോഗ്രാമാണ് വേണ്ടത്. എഞ്ചിനീയറിംഗിൽ ഒരു വിജയം വേണമെങ്കിൽ വിദ്യാർത്ഥിക്ക് കണക്കിലും ഫിസിക്സിലും മികച്ച മികവ് വേണം. കണക്കിലും ഫിസിക്സിലും മികവില്ലാത്ത വിദ്യാർത്ഥികൾക്ക് മികച്ച നേട്ടം കൈവരിക്കാൻ എഞ്ചിനീയറിംഗിൽ ബുദ്ധിമുട്ടാണ്. ഈ ഒരു രീതി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇത് മനസ്സിലാക്കാതെ നമ്മൾ ഒരു ഏകീകരണത്തിലൂടെ ഇതൊക്കെ കൊണ്ടുവന്ന് എല്ലാ വിദ്യാർത്ഥികളെയും എഞ്ചിനീയറിംഗ് ചേർപ്പിച്ചു കഴിഞ്ഞ് ഒരു പരിധി വരുമ്പോൾ പ്ലേസ്മെന്റ് തന്നെ അഫക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ ഈ വർഷം തൊട്ട് തന്നെ പ്ലേസ്മെന്റിന്റെ കാര്യത്തിൽ, തൊഴിൽ ലഭിക്കുന്ന കാര്യത്തിൽ വലിയൊരു ഇടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവൻ കഴിഞ്ഞ IITകളിൽ തന്നെ ഏതാണ്ട് 40% വിദ്യാർത്ഥികൾക്ക് മികച്ച പ്ലേസ്മെന്റ് ലഭിക്കുന്നില്ല. ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അല്ലെങ്കിൽ പല സംസ്ഥാനങ്ങളിൽ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, +2 മാർക്ക് മാത്രം എടുത്തിട്ട് 50% മാർക്കുള്ളവർക്ക് അപേക്ഷിക്കാം. 50% മാർക്കുള്ളവർ അപേക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ +2 മാർക്ക് വിലയിരുത്തിക്കൊണ്ട് കേരളത്തിൽ ഡിഗ്രി പ്രവേശനം നടക്കുന്നത് പോലെ എഞ്ചിനീയറിംഗിന് പ്രവേശനം നടത്താം. പ്രവേശന പരീക്ഷ കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ രീതിയും അവലംബിക്കാവുന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു ദിവസത്തെ അങ്കലാപ്പിന് ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയെയോ ഒന്നല്ല കുറ്റം പറയുന്നത്. ഇത് ഉപദേശിച്ച ഉദ്യോഗസ്ഥരെയാണ്. സംസ്ഥാന പ്രവേശന പരീക്ഷ കമ്മീഷണറേറ്റിൽ ഇത് ഉപദേശിച്ച, അതുപോലെ തന്നെ വിദഗ്ധ സമിതി ഉണ്ടായിരുന്നു. വിദഗ്ധ സമിതി കൂടിയതായിട്ട് കോടതി ഇതുവരെ കണ്ടെത്തിയിട്ടുമില്ല. ഈ ഒരു അർത്ഥത്തിൽ ഒരു ഗൃഹപാഠവും ചെയ്യാതെ അടിച്ചേൽപ്പിക്കുന്ന ഈ ഒരു തീരുമാനം തിരിച്ചു പഴയ രീതിയിലേക്ക് വരേണ്ട സാഹചര്യം വരുത്തിയത് യാതൊരു അവധാനതയില്ലാതെയും ചെയ്ത ഒരു കാര്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്.